ഫുഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തരം മസാലക്കറി. അത് നമ്മളുടെ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാനൊരു 5-6 വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വഴന്ന് പോകുന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഉള്ളി, വലിയ ഉള്ളീൻ്റെ ഒരു കഷ്ണം, പിന്നെ ഒരു 2 പിടി തേങ്ങ, കുറച്ച് വലിയ ജീരകം, ഓരോ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതൊരു വേറൊരു പാനിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതും ഒരു പച്ചമുളകും പുളിക്ക് ആവശ്യമായ പുളിയും ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. ഇത് തിളക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ അരപ്പും റെഡിയാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ തിളച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ തിളപ്പിക്കുക. അപ്പോൾ അതിനുള്ള ഉപ്പും ചേർക്കുക കേട്ടോ. പുളി കൂടി പോവുകയും ചെയ്യരുത്. അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും കൂടണ്ട, ഒക്കെ പാകത്തിനായിരിക്കണേ. ഇത് നന്നായി തിളച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ നേരത്തെ വഴറ്റി വെച്ചതില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട, വെണ്ടയ്ക്കൊക്കെ വേഗം വേവും. തക്കാളി ഓൾറെഡി ഇപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പുളിയും ഉപ്പും മുളകും ഒക്കെ ഒന്ന് പാകം നോക്കുക. ഒന്നും അധികം ആവരുത്. നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിന് മാത്രമല്ല, ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ കൂട്ടാം. ഇനി ജസ്റ്റ് ഇതൊന്ന് താളിച്ചൊഴിക്കണം. ഇത്ര തന്നെ ഉള്ളൂ. അത് കറി ഇവിടെ ഏകദേശമായി. താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഉള്ളിയും അതുപോലെ വെളുത്തുള്ളി ഒന്ന് 2 അല്ലി ഇട്ടാൽ, പിന്നെ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകണ്ട. എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫുഡി ടോക്ക് ആൻഡ് സപ്പോർട്ട് മീ.